സംസ്കാരവും ഇഴുകിച്ചേർന്ന കോട്ടായിയുടെ മണ്ണിൽ അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കുഴൽമന്നം സബ് ജില്ലയിലെ 120 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ AUPS ചമ്പ്രവളം സ്കൂൾ തിളങ്ങി നിൽക്കും. വൈവിധ്യമേറിയ പ്രവർത്തനങ്ങളുമായി വിജയ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1912 ശ്രീ ഗോവിന്ദൻ അയ്യർ, ശ്രീമതി മംഗളം അമ്മാൾ എന്നിവരുടെ മാനേജ്മെന്റിൽ കോട്ടായിലെ കുരുന്നുകൾക്ക് അറിവിന്റെ വിശാലത വാനോളം ഉയരത്തിലെത്തിക്കാൻ സ്ഥാപിച്ചതാണ് ഈ സരസ്വതി ക്ഷേത്രം. തുടർന്ന് ഇത്രയും വർഷങ്ങൾ നമുക്ക് മാർഗദർശികളായ അധ്യാപകരുടെ സേവനം ഇവിടുത്തെ കുട്ടികൾക്ക് അനുഗ്രഹമായി. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളായിരുന്ന പലരും ഔദ്യോഗിക ജീവിതത്തിലും മറ്റു മേഖലകളിലും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളതും ഈ വിദ്യാലയത്തിന് അഭിമാനിക്കാൻ വകയുള്ളതാണ്. നിലവിൽ സ്കൂളിലെ മാനേജ്മെന്റിലെ ലക്ഷ്മണൻ സാർ, സരസ്വതി ടീച്ചർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും പ്രോത്സാഹനവും എടുത്തു പറയേണ്ടത് തന്നെ. LKG UKG ക്ലാസ്സുകളിൽ 2 അധ്യാപകരും 1 സഹായിയും 1 മുതൽ 7 വരെയുള്ള ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകളിൽ 20 ക്ലാസ്സുകളിലായി ഏകദേശം 600 കുട്ടികൾ ഇപ്പോൾ അധ്യയനം നടത്തി വരുന്നു. ഇവരെ നയിക്കാൻ പ്രധാന അധ്യാപകന്റെ കീഴിൽ 24 അധ്യാപകരും 1 ഓഫീസ് അസിസ്റ്റന്റും ഉണ്ട്. LP UP ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കുന്നതിനായി 1 അധ്യാപികയുണ്ട്. ഈ വർഷം മുതൽ UP ക്ലാസ്സുകളിൽ അറബി പഠിപ്പിക്കാനായിട്ട് 1 ടീച്ചറുണ്ട്. 2024-25 അധ്യയന വർഷത്തിന് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി 30/5/24 HMന്റെ നേതൃത്വത്തിൽ SRG യോഗം കൂടുകയുണ്ടായി. അക്കാദമിക മാസ്റ്റർ പ്ലാൻ, പ്രവേശനോത്സവം, വിവിധ ക്ലബ്ബുകളുടെ രൂപീകരണം, നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കൽ, അങ്ങനെ സുപ്രധാന തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നു. ഈ അധ്യയന വർഷം പ്രധാനാധ്യാപകനായി ചാർജ് എടുത്ത വിജയകൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ എല്ലാ വർഷത്തെയും പോലെ വളരെ മികച്ച രീതിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി തന്നെ നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A. സതീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരവുമായി ചെറുകുളം ക്ഷീരസഹകരണ സംഘം അതിമധുരമാക്കി. അതിനുശേഷം രക്ഷിതാക്കൾക്കുള്ള ശാക്തീകരണ ക്ലാസ് സുനിത ടീച്ചർ കൈകാര്യം ചെയ്തു. ആഴ്ചയിലെ 5 ദിവസവും 5 ഭാഷകളിൽ, അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷകളിൽ അസംബ്ലി നടക്കും. കുട്ടികൾക്ക് പത്രവായന ശീലമാക്കാനായി മാതൃഭൂമി പത്രം സ്കൂളിലുണ്ട്. കൂടാതെ അസംബ്ലിയിൽ തത്സമയ പൊതുവിജ്ഞാന ക്വിസും ഉടനെ തന്നെ സമ്മാനവും. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കുട്ടികളും അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ നിർമ്മാണം, ക്വിസ്, പ്രസംഗ മത്സരം തുടങ്ങിയ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 19 മുതൽ വായനാ വാരം ആചരിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ നടത്തി. കുട്ടികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കോട്ടായി പഞ്ചായത്ത് ലൈബ്രറി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയമായ സ്ഥാനം നേടി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പാർലമെന്റ് ഇലക്ഷൻ മാതൃകയിൽ വോട്ടെടുപ്പിലൂടെ സ്കൂൾ ലീഡർ, വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. സ്കൂൾ ലീഡറായി മുഹമ്മദ് ഷബീബിനെ കുട്ടികൾ തിരഞ്ഞെടുത്തു. 2024-25 PTA ജനറൽ ബോഡി യോഗം 28/6/24 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A. സതീഷിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK ദേവദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ പഠനത്തിൽ മിടുക്കരായവരെ കണ്ടെത്തി അവർക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. ചെമ്പൈ ഗ്രാമത്തിലെ ശ്രീ വിശ്വനാഥന്റെ പേരിലുള്ള എൻഡോമെന്റ് നൽകുന്നതിനായി വൃന്ദ വിശ്വനാഥൻ, രുക്മിണി വെങ്കിട്ടരാമനയ്യ, ചെമ്പൈ ഗ്രാം എന്നിവരുടെ പേരിൽ കുട്ടികൾക്കായി 1,500,000 രൂപ FD നിക്ഷേപിച്ചതും മുൻ സംസ്കൃതം അധ്യാപിക ലളിത ടീച്ചർ 50,000 രൂപയും മച്ചിങ്ങൽക്കൊടി പാഞ്ചാലിയമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരുടെ സ്മരണാർത്ഥം മച്ചിങ്ങൽ പ്രേമകുമാരി കുളിനെല്ലി 5 ലക്ഷം രൂപ SBI നിക്ഷേപിച്ച തുകയും
വാർഷിക പലിശ ഉപയോഗിച്ച് മാർച്ച് മാസത്തെ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത PTA ജനറൽ ബോഡി മീറ്റിംഗിൽ വിതരണം ചെയ്യുന്നതാണ്. ആതുര ചികിത്സാ രംഗത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന കോട്ടയുടെ അഭിമാനമായ ഡോക്ടർ മാധവൻ സാറിന്റെ മകൾ ഡോക്ടർ ദീപ്തി മാധവൻ ചമ്പ്രകുളം സ്കൂളിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും 7000 രൂപയുടെ ക്യാഷ് പ്രൈസും മെമന്റോയും നൽകി വരുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഈ മഹത് വ്യക്തികളുടെ എല്ലാം മുന്നിൽ ഞങ്ങൾ ചമ്പ്രകുളം ടീം സാദരം പ്രണമിക്കുന്നു. പുതിയ PTA കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നതിൽ ശ്രീ P. മുരളീധരൻ പ്രസിഡന്റായും ശ്രീമതി ശോഭിക വൈസ് പ്രസിഡന്റായും ശ്രീമതി V. ചിത്ര MPTA പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. ഇവരെ പിന്തുണയ്ക്കാൻ കരുത്തുറ്റ മെമ്പർമാരും കൃത്യമായ യോഗങ്ങൾ. ബുധനാഴ്ച കളർ ഡ്രസ് ഇടുന്നതിന് പകരം പുതിയ ഒരു യൂണിഫോം നടപ്പിലാക്കുന്നതിനെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രൊജക്ട് അവതരണത്തിൽ ചുമതലയുള്ള അധ്യാപകർ പങ്കെടുക്കുകയും മലയാളം ഹിന്ദി ഭാഷാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്കൂൾ വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 1:15 മുതൽ 2 മണി വരെ എല്ലാ അധ്യാപകരും ടൈം ടേബിൾ അനുസരിച്ച് ഹെൽപ്പിംഗ് ഹാൻഡ് ക്ലാസ് എടുക്കുകയും കുട്ടികളെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള പരിസ്ഥിതി ദിനം, വായനാ ദിനം, ജനസംഖ്യാ ദിനം, ബഷീർ ദിനം, ചാന്ദ്ര ദിനം, സ്വാതന്ത്ര്യ ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, ഗാന്ധി ജയന്തി ദിനം, ശിശുദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം, പുനരുപയോഗ ദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദിനാചരണങ്ങൾ വിപുലമായ ആഘോഷ പരിപാടികളോടെ നടത്തുകയുണ്ടായി. മാതൃഭൂമിയുടെ സീഡ്, മനോരമയുടെ നല്ല പാഠം എന്നീ ക്ലബ്ബുകളിലും ഹരിതസേന, ജലശ്രീ എന്നീ ക്ലബ്ബുകളിലും കുട്ടികളുടെ സജീവ പങ്കാളിത്തം. കുട്ടികളിൽ ആത്മരക്ഷയ്ക്കും ഏകാഗ്രതയ്ക്കും സഹായമായി കായികക്ഷമ വർദ്ധിപ്പിക്കുവാനുമായി കരാട്ടെ പരിശീലനം സ്കൂളിൽ തുടങ്ങിയത് ഈ വർഷത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയിൽ സ്റ്റേറ്റ് അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ 3-6 ക്ലാസ്സുകൾക്ക് നടക്കുന്നുണ്ടായിരുന്നു. പ്രതിവാര പരീക്ഷയും മോഡൽ പരീക്ഷകളും കൊണ്ട് സജീവം. LSS USS സ്കോളർഷിപ്പ് തീവ്ര പരിശീലനം വളരെ നേരത്തെ തന്നെ സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ 9 മണി മുതൽ 9:45 വരെയും ഉച്ചയ്ക്ക് 1:15 മുതൽ 2 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെയുമുള്ള സമയങ്ങളിൽ ടൈം ടേബിൾ അനുസരിച്ച് അധ്യാപകർ ആത്മാർത്ഥതയോടെ ടീം സ്പിരിറ്റായി ക്ലാസുകൾ എടുക്കുന്നു. ഇതിന്റെ ഫലമായി LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദി ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകാനായി സുഗമ ഹിന്ദി പരീക്ഷ ഈ വർഷം 60ഓളം കുട്ടികൾ പങ്കെടുത്തു. സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ സ്കൂളിന്റെ അഭിമാന താരങ്ങളാണ്. കുട്ടികളുടെ ഹരിതസഭ റിപ്പോർട്ട് അവതരണത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. പാദവാർഷിക പരീക്ഷ കൃത്യമായി നടന്നു. പിന്നാലെ ആത്മവിളികളും ആരവവും ഓണപ്പാട്ടുകളുമായി ഓണാഘോഷം. ക്ലാസ് തല പൂക്കള മത്സരവും ഓണസദ്യയും മറ്റുമായി കുട്ടികൾ ഒരുമയുടെ ഓണം ആഘോഷിച്ചു. ബക്രീദിന് മൈലാഞ്ചി ഡിസൈൻ മത്സരം നടത്തിയും ക്രിസ്തുമസിന് കൂട്ടുകാർ തമ്മിൽ ചെറിയ സമ്മാനങ്ങൾ കൈമാറിയും എല്ലാ ആഘോഷങ്ങളും ഒരുമയുടെ എന്ന സന്ദേശവുമായി ഞങ്ങൾ ആഘോഷിക്കുന്നു. പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകൾക്ക് ശേഷം കുട്ടികൾക്ക് അനുഭവപ്പെട്ട പഠന വിടവ് ഞങ്ങൾ SRGയിൽ അവലോകനം നടത്തി. ക്ലാസ് PTA-കളിൽ കുട്ടികളുടെ രക്ഷിതാക്കളുമായും ചർച്ച നടത്തി പരിഹാരങ്ങളും ചർച്ച ചെയ്തു. കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി, പരിചയ മേഖലകളിൽ നമ്മുടെ വിദ്യാലയത്തിന് എല്ലാ മേഖലകളിലും എടുത്തു പറയത്തക്ക വിജയം തന്നെയായിരുന്നു. തുടർച്ചയായുള്ള 1ാം സ്ഥാനം ഗണിതമേളയിൽ നിലനിർത്തി. കലോത്സവത്തിൽ ജില്ലാതലത്തിൽ A ഗ്രേഡ് നേടി ചമ്പ്രകുളം സ്കൂൾ. വിദ്യാരംഗം കലാപരിപാടികളിലും നമ്മുടെ വിദ്യാലയത്തിന് എടുത്തു പറയേണ്ട നേട്ടങ്ങൾ നേടിത്തന്നു നമ്മുടെ കുട്ടികൾ. കായികമേളയിലും ഒട്ടും പുറകിലല്ല. ഉച്ചഭക്ഷണം മെച്ചപ്പെട്ട ഭക്ഷണമാക്കുന്നതിന് ഞങ്ങളുടെ ചേച്ചിയും ഉണ്ണികൃഷ്ണനും രേഖയും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സ്കൂൾ വാഹനങ്ങളിലെ കുട്ടികളുടെ സുരക്ഷിത യാത്രയിൽ നാസർ, ഗുരുവായൂരപ്പൻ, നൌഷാദ്, സുനിത എന്നിവരുടെ സേവനങ്ങളും പങ്കും ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായ ചമ്പ്രകുളം സ്കൂളിന്റെ ഇത്തവണത്തെ വാർഷികാഘോഷം ഹിന്ദി അധ്യാപകനും അധ്യാപന രംഗത്ത് 35 വർഷം മികച്ച സേവനം കാഴ്ചവെച്ച കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രിയങ്കരനായ ശ്രീ കൃഷ്ണൻകുട്ടി മാസ്റ്റർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം കൂടിയാണ്. നമ്മുടെ ഈ വാർഷികാഘോഷം ബഹുമാനപ്പെട്ട തരൂർ MLA P. സുമോദ് നിർവഹിക്കുന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കോട്ടായിക്ക് കണ്ണിനും കാതിനും കുളിർമയേകാനായി കുട്ടികളുടെ കലാവിരുന്നനായി എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ കുട്ടികളെ ഇത്തവണയും ഒരുക്കിയ ശ്രീ അപ്പുക്കുട്ടൻ മാഷെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റും ജനപ്രതിനിധികളും സന്നദ്ധ സേവകരും അവരുടെ സഹകരണവുമായി നടന്നുപോകുന്ന ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഈ സദസ്സിന് മുമ്പിൽ സമർപ്പിക്കും. നന്ദി.